തമിഴക രാഷ്ട്രീയവും സിനിമാ ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്ന വിജയുടെ അവസാന ചിത്രമെന്ന് പറയപ്പെടുന്ന ജനനായകന് വീണ്ടും നിയമക്കുരുക്ക്. പൊങ്കൽ റിലീസായി ജനുവരി 9-നായിരുന്നു ചിത്രം എത്തേണ്ടിയിരുന്നത്. പക്ഷേ സെൻസർ ബോർഡുമായിട്ടുള്ള തർക്കത്തിനൊടുവിൽ ഇതിപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയതോടെ ആരാധകരൊക്കെ നിരാശയിലാണ്. ഈ വിവാദങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയവും കോടതി നടപടികളും നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമ വെറുമൊരു ആക്ഷൻ ചിത്രമല്ല. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സിനിമയിലെ 50ഓളം ഡയലോഗുകൾ മ്യൂട്ട് ചെയ്യണമെന്നും ചില അക്രമ രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണമെന്നും സെൻസർ ബോർഡ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന രംഗങ്ങളും സായുധ സേനയെ മോശമായി കാണിക്കുന്ന രംഗങ്ങളും സിനിമയിൽ ഉണ്ടെന്ന് സെൻസർ ബോർഡ് വാദിച്ചു. അതിനുശേഷമാണ് ഇത് റീവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 27 വെട്ടുകൾ അംഗീകരിച്ചിട്ടും സിനിമയ്ക്ക് അനുമതി നൽകുന്നില്ലെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രൊഡക്ഷൻ ഹൗസായ KVN വാദിക്കുന്നുണ്ട്. സിനിമയ്ക്ക് UA-16 സർട്ടിഫിക്കറ്റ് നൽകി റിലീസ് ചെയ്യാനായിട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇത് വിജയ്ക്കും ആരാധകർക്കും നൽകിയത് വലിയ സന്തോഷം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾക്കകം തന്നെ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും സിനിമയുടെ റിലീസ് സ്റ്റേ ആവശ്യപ്പെടുകയും ചെയ്തു. സെൻസർ ബോർഡിന് മറുപടി നൽകാനായി ആവശ്യത്തിന് സമയം കൊടുത്തിരുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ. ഹൈക്കോടതി സ്റ്റേക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസിൽ നടപടിയെടുക്കാൻ തൽക്കാലം കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ ജനുവരി 21 വരെ സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്തത് അവർ അംഗീകരിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനനായകൻ നേരിടുന്ന പ്രശ്നങ്ങൾ സെൻസർ ബോർഡിന്റെ ഇഷ്യൂ മാത്രമല്ല, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതികരണങ്ങൾ വരുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഈ സിനിമയുടെ റിലീസിനെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഏപ്രിലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വിജയുടെ അവസാന ചിത്രമെന്ന് പറയപ്പെടുന്ന ജനനായകൻ റിലീസ് ചെയ്യാൻ കഴിയൂ. സെൻസർ ബോർഡും BJP സർക്കാരും ചേർന്ന് വിജയുടെ രാഷ്ട്രീയ വളർച്ച തടയാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികളായ DMK അടക്കമുള്ളവർ ആരോപിക്കുമ്പോൾ NDA ഇതിന് മറുപടി പറയുന്നത് ഇത് വെറും നിയമപരമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാണ്. കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ചൊരു ചിത്രമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. സിനിമയുടെ ബുക്കിങ്ങിലൂടെ മാത്രം 50 കോടിയോളം കളക്ഷൻ ഇതിന് വന്നിരുന്നു. ഈ ചിത്രം ഇനി തിയേറ്ററിലെത്താൻ കോടതിയുടെ അന്തിമ വിധി വരണം. വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ട് ഈ സിനിമ മാറിക്കഴിഞ്ഞു. സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഈ സിനിമയുടെ അന്തിമ വിധി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.